അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മക്കളെ, നമ്മൾ 3-ാം ക്ലാസ്സിലാണല്ലേ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ വർഷം നല്ല ഉഷാറായിട്ട് പഠിക്കാനൊക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് പരിശുദ്ധ ഖുർആൻ പാരായണം നമുക്ക് മനോഹരമാക്കണം. രക്ഷിതാക്കൾക്കൊക്കെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ രൂപത്തിലുള്ള ചെറിയ ഒരു ക്ലാസ്സാണ്. മക്കൾക്കും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കും നമ്മുടെ ഈ ക്ലാസ് ഉപകരിക്കും. ഇൻഷാ അല്ലാഹ് ഉപകരിക്കുമെങ്കിൽ എന്ത് ചെയ്യുക, ക്ലാസ് കേട്ടതിന് ശേഷം കൂടുതൽ ആളുകളിലേക്ക്, നമ്മുടെ കൂട്ടുകാർക്ക് ഒക്കെ എന്ത് ചെയ്യുക, ഒന്ന് അയച്ചു കൊടുക്കുക. സൂറത്തുൽ മുൽക്ക് തബാറക സൂറത്താണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇൻഷാ അല്ലാഹ് ഹിഫ്ള് സൂറത്തുൽ ഹുമസയാണ്. നമുക്ക് ഹിഫ്ളും അതുപോലെ തന്നെ തബാറക സൂറത്തും രണ്ടും കൂടി എന്ത് ചെയ്യുക, നമുക്ക് കുറഞ്ഞ ആയത്തുകളൊന്ന് ഓതിയിട്ട് എവിടെയാണ് തെറ്റുകൾ വരാൻ സാധ്യതയുള്ളത് അതൊക്കെ നമുക്ക് തിരുത്തിക്കൊണ്ട് രക്ഷിതാക്കൾക്ക് പഠിക്കാനും അതിനൊക്കെ പുറമെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനും കഴിയും. അപ്പോൾ 2 കാര്യമാണ് നടക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ആദ്യം സൂറത്തുൽ മുൽക്കാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. നമ്മുടെ 2-ാം ക്ലാസ്സിൻ്റെ ക്ലാസ് ഇന്നലെ എടുത്തിരുന്നു. ഇൻഷാ അല്ലാഹ് ഇന്ന് 3-ാം ക്ലാസ്സിൻ്റെ ക്ലാസ്സാണ്. അല്പം 2-ാം ക്ലാസ്സിലേറെ ഒന്നുകൂടിയും ചെറിയ മട്ടത്തിന് നമുക്ക് എന്ത് ചെയ്യുക, നിയമങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റിയ രൂപത്തിലേക്ക് നമുക്ക് പറഞ്ഞു പോകാം. നമ്മുടെ തദ്രീബിൻ്റെ കൂടെ എന്ത് ചെയ്യുക, നമുക്ക് ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞു പോകാം. അപ്പോൾ ഈ ഒരു ക്ലാസ് കേട്ടാൽ തന്നെ തദ്രീബ് നമുക്ക് വളരെ മനോഹരമായിട്ട് പഠിക്കാനൊക്കെ കഴിയും. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്. അവിടെ കണ്ടില്ലേ, തബാറക എന്ന് കഴിഞ്ഞതിന് ശേഷം ഒരു ഹംസയാണ്, ഒരു അലിഫാണ് ഉള്ളത്. അലിഫിന്റെ മുകളിൽ ഒരു സ്വാദിന്റെ ചിഹ്നമുണ്ട്. സുക്കൂനല്ല, ലൊമ്മല്ല, ഫത്ഹല്ല, ഗസറല്ല, പിന്നെന്താണ്, ഒരു സ്വാദിന്റെ ചിഹ്നമാണുള്ളത്. അതെന്താണ്, കൂട്ടി വായിക്കുമ്പോൾ ആ അക്ഷരം പറയാതെ അടുത്ത അക്ഷരത്തിലേക്ക് ചേർത്തുകൊണ്ട് പറയാം. തബാറകല്ലദീ ഒന്ന് പറഞ്ഞു നോക്കി മക്കളെ. ഉമ്മാക്കൊന്ത് ചെയ്യാം, ഒന്ന് പറഞ്ഞു കൊടുക്കാം. തബാറകല്ലദീ ബിയദിഹിൽ. അവിടെ കണ്ടില്ല, ബിയദിഹി കണ്ട് കഴിഞ്ഞിട്ട് പിന്നെ ആ വസിലിന്റെ ഹംസത്തുൽ വസിലാണല്ലേ, ഹംസത്തുൽ വസിൽ, വസിലിന്റെ ഹംസയാണുള്ളത്. അപ്പൊ അത് കൂട്ടി വായിക്കുമ്പോൾ നേരെ ഹിൽ, ഹില്. ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഖദീർ എന്ന് പറയുന്നതിന് നല്ലത് ഖദീർ. അത് പ്രത്യേകം നോട്ട് ചെയ്യാം. നമ്മൾ 2-3 പ്രാവശ്യം പറഞ്ഞു കൊടുക്കേണ്ട ഒരു രക്ഷിതാക്കളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതൊക്കെ നമ്മൾ എവിടെ ഏത് സമയത്തും ഖദീർ എന്നല്ല, ഖദീർ, ഖദീർ. الذي خلق الموت والحياة ليبلوكم. الذي خلق الموت والحياة. حيوات എന്ന് പറയരുത്. والحياة ഹയവാത്ത എന്ന് പറയണമെങ്കിൽ വാവിന് ഫത്ഹ് ഉണ്ടായിരിക്കണം. ഇവിടെ വാവിന് ഫത്ഹ് ഇല്ല. والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. وهو العزيز الغفور. ونوديوكي الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. الذي خلق 7 سماوات طباقا
الذي خلق سبع خلق എന്ന് പറയരുത്. മിക്ക കുട്ടികളും ചിലപ്പോൾ അങ്ങനെ പറയാൻ സാധ്യതയുണ്ട്. الذي خلق السبع السماوات അങ്ങനെ പറയരുത്. خلق കട്ടി കൊടുത്ത് പറയരുത്. خلق سبع سماوات طباقا ما ترى في خلق الرحمن من تفاوت എന്ന് പറയരുത്. തഫാവുത്ത് അവിടെ നിർത്തുന്നില്ല എങ്കിൽ ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور فارجع ഫാർ എന്ന് പറയുന്നത് ഫ കഴിഞ്ഞ അക്ഷരം ഏതാ? ഒരു അലിഫുണ്ട്, ഹംസത്തുൽ വസ്ൽ. കൂട്ടി വായിക്കുമ്പോൾ പറയൂല. فارجع البصر هل ترى من فطور. ഒരായത്ത് കൂടി. സുമ്മർ പ്രത്യേകം ശ്രദ്ധിക്കുക. സുമ്മ ഇർ എന്ന് പല കുട്ടികളും പറയാൻ സാധ്യതയുണ്ട്. സുമ്മർജിഇൽ ബസ്റ കറതൈൻ. സുമ്മർ എന്ന് പറയുന്നത് മർ. സുമ്മർ മണിക്കും ചെയ്യണം. ഷദ്ദുള്ള മീമ് ഷദ്ദുള്ള നൂനൊക്കെ എന്ത് ചെയ്യണം? മണിക്കണം. ഷദ്ദുള്ള നൂന് ഷദ്ദുള്ള മീമ്. എന്തെങ്കിലും സംശയങ്ങൾ, ഏതെങ്കിലും ഭാഗങ്ങൾ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത്രാമത്തെ ആയത്തിൽ എന്ന് സംശയം കമൻറ്റിലായിട്ട് ചോദിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് നമ്മുടെ സാധാരണക്കാരായ ആളുകൾക്ക് പഠിക്കാൻ പറ്റിയ മുതിർന്ന ആളുകൾക്കുള്ള ക്ലാസ്സുകളൊക്കെ നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. അതിൻ്റെ ക്ലാസ്സുകളൊക്കെ ലഭ്യമാവാൻ നമ്മളെ താഴെയുള്ള നമ്പറിലൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് മെസ്സേജ് അയച്ചാൽ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ചേർക്കുന്നതാണ്. കുട്ടികൾക്കല്ല, മുതിർന്ന ആളുകൾക്ക്, കുട്ടികൾക്ക് സ്പെഷ്യലായിട്ടുള്ള ക്ലാസ്സാണ് ഇൻഷാ അല്ലാഹ്. ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير. حسير എന്ന് പറയരുത്. ഹസീർ. ഏറ്റവും നല്ലത് ആ രൂപത്തിലാണ്. ഒന്ന് ഓതി നോക്കി. تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير. ഇൻഷാല്ലാ സൂറത്തുൽ ഹുമസ ഇതാണ് നമ്മുടെ ഹിഫ്ള് മനഃപ്പാഠമാക്കാനുള്ള സൂറത്തുകൾ. നമ്മൾ 2ാം ക്ലാസ്സിൽ പഠിച്ച ഹിഫ്ളുകളൊക്കെ നമുക്ക് ഓർമ്മയിലുണ്ടാകണം ഇൻഷാല്ലാ. അതൊക്കെ നമ്മുടെ ചാനലിൽ ഓരോ സൂറത്തുകളൊക്കെ ഉണ്ട്. പഠിക്കാൻ താല്പര്യമുള്ളവരൊക്കെ എന്ത് ചെയ്യാൻ നോക്കിയാൽ ലഭിക്കുന്നതാണ്. ഒരു 3 ആയത്ത് നമുക്ക് ഇന്ന് നോക്കിയിട്ട് ഓതാം. നാളെയും നോക്കിയിട്ട് ഓതാം. മറ്റന്നാൾ എന്ത് ചെയ്യുക, അതിങ്ങനെ 2-3 പ്രാവശ്യം, ഇപ്പോൾ 2 ദിവസമായിട്ട് ഇങ്ങനെ ഓതിക്കഴിഞ്ഞാൽ 3ാമത്തെ പ്രാവശ്യം ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും. കാണാതെ പഠിക്കണം എന്ന് വിചാരിച്ച് എന്ത് ചെയ്യേണ്ട ഇരിക്കേണ്ട ആവശ്യമില്ല. 2-3 പ്രാവശ്യം കേൾക്കുക, ഓതുക, നോക്കിയിട്ട് ഓതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ.
ചില കുട്ടികൾ ഹുമസത്തിൽ ഹുമസ എന്ന് പറയും. ഹുമസത്തിൽ ഹുമസ, ഹു നല്ല ലു എന്നാണ്. ഹുമസത്തിൽ ലുമസ, അത് തിരുത്തന്നെ വേണം. രക്ഷിതാക്കളൊക്കെ പേരൻസ് ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് എങ്ങനെ ഓതുന്നത് ശ്രദ്ധിക്കുക. അത് ഹൂന്നാണെങ്കിൽ അത് തിരുത്തുക. മെല്ലെ സാവകാശം പറഞ്ഞു കൊടുത്താൽ മതി. ഓരോ അക്ഷരിച്ചെങ്ങനെ എന്ത് ചെയ്യുക നോക്കിയിട്ട് ഇങ്ങനെ ഓതാൻ പറയാം. വൈലുല്ലികുല്ലി ഹുമസത്തില്ലു തില്ലു ഹുമസത്തില്ലുമസ. ചില കുട്ടികൾ നല്ല ഉഷാറായിട്ട് ഓതും, ചില കുട്ടികൾ എന്ത് ചെയ്യും, അതെന്ത് ചെയ്യും വേറെ രൂപത്തിലൊക്കെ ഓതാൻ സാധ്യത. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യുക ഒന്ന് ശ്രദ്ധിക്കുക. അതിനാ പറയുന്നത് വൈലുല്ലികുല്ലി. മക്കളെ നല്ല ഉഷാറായിട്ട് ഓതി കൊടുക്കണം കേട്ടോ. ഉമ്മാക്ക് നല്ല ഉഷാറായിട്ട് നോക്കിയിട്ട് തന്നെ ഓതി കൊടുക്കുക. ക്ലാസ് കേൾക്കുന്നവരൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് 2-3 പ്രാവശ്യം നോക്കിയിട്ട് നല്ല ഉഷാറായിട്ട് ഓതുക, വീണ്ടും ഓതുക. അങ്ങനെ നാളെയും എന്ത് ചെയ്യുക നോക്കിയിട്ട് തന്നെ ഓതുക. മറ്റന്നാൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും നമുക്ക് കാണാതെ കിട്ടും. വൈലുല്ലികുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ. മാലൻ അങ്ങനെ തന്നെ ഓതണം. മാലൻ വഅദ്ദദ, മാലൻ വഅദ്ദദ എന്ന് പറയരുത്. മാലൻ വഅദ്ദദ, വാവാണ് മണിക്കേണ്ടത്. മാലൻ വഅദ്ദദ, മാലൻ വഅദ്ദദ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ. യഹ്സബു അന്ന മാലഹു അഖ്ലദ. അവിടെ ശബ്ദമുള്ള നൂനുണ്ട്, മദ്ദുണ്ട് അല്ലേ. യഹ്സബു യഹ്സബു അന്ന മാലഹു അഖ്ലദ. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. ലുമസ അവിടെ ഒരു ഹാ വരണം. ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ. വഅദ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ. വീഡിയോ നീണ്ടുപോകും എന്ന് കരുതിയിട്ടാണ് ആവർത്തിക്കാത്തത്. എന്ത് ചെയ്യുക, നമ്മൾ വീണ്ടും 2-3 പ്രാവശ്യം കേട്ട് അത് ആവർത്തിച്ച് പഠിക്കുക ഇൻഷാ അല്ലാഹ്. എന്തെങ്കിലും ഏതെങ്കിലും ഭാഗങ്ങൾ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ വാട്സപ്പിലൊക്കെ ആയിട്ട് ചോദിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് നമുക്കുണ്ടാവുന്ന രൂപത്തിൽ ആവുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, ഫ്രീ ആവുന്ന സമയത്ത് റീപ്ലൈ നൽകുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്.